Actually, I have a question for you. Mike ഒന്ന് കൊടുക്കോ തിരിച്ച്. ഇപ്പോൾ ഈ കണ്ടതുപോലെ പാർവതി തിരുവോത്തടക്കം നമ്മളെല്ലാവരും ഇംഗ്ലീഷൊക്കെ ഇത്ര നല്ല രീതിയിൽ കേൾക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ഒരു വോട്ടാണ്. കാര്യത്തിലേക്ക് വരാം. ഈ കഥ പറയുന്നതിന് നമുക്കൊരല്പം പിറകോട്ട് പോകേണ്ടതുണ്ട്. 1830കളിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് അഭിപ്രായമുള്ള ആളുകളെ ആംഗ്ലിസിസ്റ്റുകൾ എന്നും ഓറിയൻ്റലിസ്റ്റുകൾ എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. അതായത് ഓറിയൻ്റലിസ്റ്റുകൾ പറഞ്ഞത് അന്നത്തെ ഇന്ത്യയിലുണ്ടായ തനതായ കൾച്ചറിൻ്റെയും ലാംഗ്വേജിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകണമെന്നാണ്. അതായത് സംസ്കൃതത്തിലും പേർഷ്യനിലും ഒപ്പം മറ്റു പ്രാദേശിക ഭാഷകളിലും ആയിരിക്കണം ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കേണ്ടത് എന്നുമായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ആംഗ്ലിസിസ്റ്റുകൾ ഇന്ത്യൻ സംസ്കാരം എന്നത് ഒരു വൈറ്റ് മാൻസ് ബേർഡൻ, അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരൻ്റെ ബാധ്യതയാണ് ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസം എന്നുള്ള തരത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതായത് യൂറോപ്യൻ സമ്പ്രദായത്തിലുള്ള ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും അതുവഴി ബ്രിട്ടീഷ് ക്രൗണിനോടുള്ള വളരെയധികം കൂറുള്ള ഒരു ജനസമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതുമായിരുന്നു അതിനുള്ള ഇവരുടെ ഉദ്ദേശം. എന്നാൽ 1834 ജൂൺ 10 തോമസ് ബാബിങ്ടൺ മെക്കോളെ എന്നുള്ള പൊളിറ്റീഷ്യൻ, ഹിസ്റ്റോറിയൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിങ്ങിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലോ മെമ്പറായിരുന്നു. പിന്നീട് ലോർഡ് മെക്കോളെ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിതനാവുകയാണ്. അതുവരെ ഓറിയന്റലിസ്റ്റ് ചിന്തകൾക്ക് അനുസരിച്ച് ഡൽഹിയിൽ മദ്രസകൾക്കും അതുപോലെ ബനാറസിൽ ഹിന്ദു കോളേജിനും അനുവദിച്ചിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ പിൻവലിക്കുകയും ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള തീരുമാനത്തിൻ്റെയും പുറത്ത് അദ്ദേഹം ഒരു മിനിറ്റ്സ് അവതരിപ്പിക്കുകയാണ്. ഇതാണ് സുപ്രസിദ്ധമായ മെക്കാളേസ് മിനിറ്റ്സ്. നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴായി മെക്കാളയുടെ സാമ്പത്തിക നയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ മേൽപ്പറഞ്ഞ ആംഗ്ലിസിസ്റ്റുകളും അതുപോലെ ഓറിയന്റലിസ്റ്റുകളും തമ്മിലുള്ള ശക്തമായ ചർച്ചകൾക്കൊടുവിൽ മെക്കാളയുടെ സാമ്പത്തിക നയം കൗൺസിലിന് മുമ്പാകെ വോട്ടിങ്ങിന് വിധേയമാവുകയാണ്. എന്നാൽ ഇതൊരു ഡെഡ് ലോക്കിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അതായത് രണ്ട് പക്ഷക്കാരും തുല്യ വോട്ടുകൾ വീതം ചെയ്തു. അങ്ങനെ ഗവർണർ ജനറൽ വില്യം ബെൻഡിങ്ങിൻ്റെ നിർദ്ദേശാനുസരണം മെക്കാളെ പ്രഭു തൻ്റെ വോട്ട് കൂടെ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതായത് കാസ്റ്റിംഗ് വോട്ട്. ഈ ഒരു വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച മെക്കാളെ എന്തായിരിക്കും തൻ്റെ വോട്ടിങ്ങിലൂടെ രേഖപ്പെടുത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വില്യം ബെൻഡിങ് മെക്കാളയോട് കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മെക്കാളെ തൻ്റെ വിദ്യാഭ്യാസ നയത്തിന് അനുഗുണമായി വോട്ട് ചെയ്തു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 പാസ്സാവുകയും ചെയ്തു. ഇതിൻ്റെ അനന്തരഫലമായാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും നമുക്കുണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം.